അപ്പോൾ വയസ്സായാലും വലിയ പ്രശ്നമില്ല, പിന്നെ പ്രേമിക്കാൻ പ്രായമാകുന്നതിന് പ്രശ്നമില്ല എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. പക്ഷേ ഈ ജെഫ് ബെസോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് തരപ്പടിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പിന്നെ വിവാഹം കഴിക്കുന്നത്. 61 വയസ്സും 58 വയസ്സും, രണ്ട് ഒരു വല്യപ്പനും ഒരു വല്യമ്മയും തമ്മിലുള്ള ഒരു കുഴപ്പമില്ല, ആക്ഷേപം പറയാനൊന്നുമില്ല. അപ്പോൾ ഇതിനിടയിൽ പിന്നെ ഈ ലോകത്തിൻ്റെ ഒരുവിധപ്പെട്ട യോഗ്യരായ ആളുകളെല്ലാം തന്നെ അവിടെ വെനീസിൽ കല്യാണത്തിന് പോയി. ഇനി കല്യാണത്തിന് ഇൻവിറ്റേഷൻ കിട്ടാത്ത ചിലർ കുശുമ്പ് ഇവിടെ പറയുന്നുണ്ട്. എന്താ പിന്നെ തെറോൺ അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ പറയുന്നതും കണ്ടു. പക്ഷേ എല്ലാവരും പിന്നെ വളരെ ആഹ്ലാദപൂർവ്വം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജെഫ് ബെസോസിൻ്റെ ആദ്യ ഭാര്യ മക്കൻസി സ്കോട്ട്, അവരെപ്പറ്റി എല്ലാവരും വളരെ അഭിനന്ദന സൂചകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 25 വർഷത്തോളം അവരൊരുമിച്ച് വിവാഹ ജീവിതം നയിച്ചവരാണ്. 3 മക്കളും ഒരു വളർത്തുമകനോ മകളോ ഉണ്ട്. എന്ന് മാത്രമല്ല ഈ ആമസോൺ തുടങ്ങുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അത് തുടങ്ങിയാണ് അവർ രണ്ടുപേരും കൂടിയാണിത് വളർത്തിയെടുക്കുന്നത്. ഇനി ആമസോൺ ഇവർ തമ്മിൽ വിവാഹമോചനം നേടിയപ്പോൾ ഈ പിന്നെ ട്രംപിൻ്റെ അല്ല ബെസോസിൻ്റെ 4/1 സ്വത്ത്, ഏതാണ്ട് $35 ബില്യൺ ഡോളറിൻ്റെ സ്വത്ത് ഇവർക്ക് കൊടുക്കുകയുണ്ടായി. 4/1 കൊടുത്തുള്ളൂ, 25%. അതുപോലെ തന്നെ ആമസോണിൽ ഏതാണ്ട് 4% സ്റ്റേക്കും ഇവർക്കുണ്ട്. അപ്പോൾ പിന്നെ ആ സ്വത്തിൽ 35 ബില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനാവാത്ത അത്രയും വലിയ തുകയാണ്. അതിപ്പോൾ എത്രയോ 38 ബില്യണോ അങ്ങനെ. പിന്നെ അപ്പോൾ അതിൻ്റെ പകുതി തുക അവർ ഇതിനകം തന്നെ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഏതാണ്ട് 1200 സംഘടനകൾക്ക് ഈ 19 ബില്യണോളം ഡോളർ അവർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്രയധികം ചാരിറ്റി ചെയ്യുന്ന പിന്നെ ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും ചാരിറ്റി ചെയ്തിട്ടുള്ള ഒരാളും ഇല്ല എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും മഹതിയായ ഒരു വ്യക്തിയാണ്. അവർ അറിയിക്കുന്ന രീതിയിൽ അവർ ആദരിക്കപ്പെടുന്നില്ലെങ്കിൽ, അവരെപ്പറ്റി അങ്ങനെ വലിയ പിന്നെ വിവാദങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ ഒന്നും കാണുന്നില്ലെങ്കിലും, അപ്പോൾ ഇത്രയും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ത്രീയാണവർ. അപ്പോൾ അവരെപ്പറ്റിയും ഈ വിവാഹവേളയിൽ പിന്നെ പലരും അനുസ്മരിച്ച് കണ്ടു. എന്തായാലും ഈ നവവരനും വധുവിനും വളരെ മംഗളങ്ങൾ നമുക്ക് നേരാം. വയസ്സായെങ്കിലും പ്രേമത്തിന് പിന്നെ കണ്ണും മൂക്കും കാലും മാത്രമല്ല പ്രായവും ഒരു പ്രശ്നമല്ല എന്നാണ് കരുതുന്നത്. നമ്മുടെ അച്ചായന്മാർക്കൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കാവുന്നതാണ്. ഈ കള്ളടിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള ചില കുസൃതി കാര്യങ്ങളിലേക്കുമൊക്കെ പിന്നെ അവർക്കും ഒരു കണ്ണിട്ട് നോക്കാവുന്നതാണ് എന്ന് തോന്നുന്നു.